ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന ഭാഗങ്ങളുടെ വായനയും ധ്യാനവും മനനവും പഠനവും ജീവിത വിശുദ്ധിക്കും നൂതന ഉൾക്കാഴ്ചകൾ പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡുകളിൽ 35-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ 35-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. എൻ്റെ ദൈവവും എൻ്റെ യഹോവയുമായുള്ളവനെ, ഉണർന്നെൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനുമായി ജാഗരിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, നിൻ്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. ഈ എപ്പിസോഡിൽ 25 മുതലുള്ള വാക്യങ്ങൾ, അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുതേ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എനിക്കെതിരെ വമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. തുടർ പ്രാർത്ഥനയായി ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന നടത്തുകയാണ്. ദൈവത്തോട് സംവേദിക്കുകയാണ്. പറഞ്ഞിട്ടും തീരാത്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ. ഈ സങ്കീർത്തനങ്ങളുടെ ഒരു സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സംഭാഷണമെല്ലാം ദൈവത്തോടാണ്. പ്രത്യേകിച്ച് സങ്കീർത്തനം യഹൂദൻ്റെ പാട്ടുപുസ്തകമാണ്, ഇബ്രായൻ്റെ പാട്ടുപുസ്തകമാണ്. അതായത് ഒരുവൻ്റെ വേദനകളും നൊമ്പരങ്ങളും യാചനകളുമൊക്കെ ആരാധനയുടെ ഭാഗമായി, പ്രാർത്ഥനയുടെ ഭാഗമായി, തിരുബലിയുടെ ഭാഗമായി മാറ്റപ്പെടുകയാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഗദ്യരൂപത്തിൽ വായിക്കുന്നുവെങ്കിലും ഇത് മനോഹരങ്ങളായ പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കെല്ലാം മ്യൂസിക്കൽ നൊട്ടേഷൻസ് ഇതിൻ്റെ ഇടയ്ക്ക് കാണാം. അത് തുടങ്ങുമ്പോൾ ഇന്ന രാഗത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സേല പോലെയുള്ള പ്രയോഗങ്ങൾ, ശബ്ദം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യേണ്ട അനുഭവങ്ങൾ, മ്യൂസിഷ്യൻ കൃത്യമായിട്ടതിന് നേതൃത്വം കൊടുക്കുന്നു, ആചാര്യന്മാർ സാക്ഷ്യം വഹിക്കുന്നു, ആ കമ്മ്യൂണിറ്റി ഒന്നടങ്കം പാടുന്നു. അതായത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ, ഒരു വ്യക്തി ജീവിതത്തിലെ ചില വേദനയിലും നിരാശയിലും നൊമ്പരത്തിലുമൊക്കെ പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റി ഏറ്റുപറയുകയാണ്. ഇന്ന് നമ്മളും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനത്തെ പല രീതിയിൽ പഠിക്കുന്നവരുണ്ട്, ധ്യാനാത്മകമായി പഠിക്കുന്നവരുണ്ട്, താത്വികമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ വലിയ സാഹിത്യ വീക്ഷണത്തോടുകൂടി ഒരു ലിറ്റററി ജോൺട്രെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഒരേ സമയം നാടകമായി, പാട്ടായി, ഗദ്യമായി, പദ്യമായി, ഇങ്ങനെല്ലാം ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു വലിയ പാഠം നമ്മളിത് ഓർപ്പിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏകാന്തമായിരിക്കുന്ന അവസരത്തിൽ നടത്തുന്ന ഓരോ കണ്ണുനീരുകളും, ഓരോ പരിഭവങ്ങളും, ഓരോ പരാധീനതകളും, ഒറ്റപ്പെടലിൻ്റെ വാർത്തകളുമൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുമ്പോൾ, അത് പ്രാർത്ഥനാ രീതിയിൽ എഴുതുമ്പോൾ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിയിൽ മറ്റൊരു തലമുറ ചിന്തിക്കാനിടയാകരുത്. ഇതോർത്തോ, 4000-ത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞു, ദാവീദിൻ്റെ കാലം കഴിഞ്ഞിട്ടും 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാലദേശ ഭേദങ്ങൾക്കപ്പുറമായി ഇന്നും തലമുറകൾ ഇത് പാടുകയാണ്, ഇന്നും ഇത് വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾ ഞാനും ഒരു കാര്യം ചിന്തിക്കേണ്ടത്, എത്ര തലമുറ കഴിഞ്ഞോട്ട് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതിരുകൾക്കപ്പുറത്തേക്ക് കടക്കുമ്പോഴും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, എഴുതിയിടുന്ന ഒരു വാക്കുകളും സമൂഹത്തെ തമ്മിൽ ഭിന്നിപ്പിക്കാനല്ല, തർക്കിക്കാനല്ല, സ്വയം തല ഉയർത്തുവാനല്ല, അഹങ്കാരികളാകുവാനല്ല,
മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനും പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കണം. ദാവീദ് നമ്മളെ ഇത് പഠിപ്പിക്കുകയാണ്. അതാ ഭക്തന്മാരുടെ പ്രാർത്ഥനകളുടെ പ്രത്യേകത അതാണ്. ഭക്തന്മാരുടെ യാചനകളുടെ പ്രത്യേകത അതാണ്. ആ പരാതികൾ പോലും പ്രാർത്ഥനയാകും. പരിഭവങ്ങൾ പോലും ലോക തത്വചിന്തകളാകും. സമൂഹത്തെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും. ഇന്നത്തെ എഴുത്തുകാരുടെയും ഗ്രന്ഥകാരന്മാരുടെയും സംഗീതജ്ഞരുടെയും വരികളും പാട്ടുകളും എഴുത്തുകളും സമൂഹത്തെ ഭിന്നതയിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചോണം. സമൂഹത്തെ തമ്മിൽ യോജിപ്പിക്കുന്ന പാലമാകട്ടെ, അനുഭവമാകട്ടെ നമ്മുടെ ഓരോ ചിന്തകളും ഓരോ വരികളും. മനുഷ്യരൊക്കെ ബുദ്ധിയുള്ളവരാ പ്രിയമുള്ളവരെ. ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിങ്ങളാണ്, അതിലുള്ള അവാന്തര വിഭാഗങ്ങളാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നന്മയുടെ സ്വരം കേൾക്കാനുള്ള കാതുകൾ എല്ലാവർക്കും ഒരുപോലെ. അത് നന്മ വേണോ നിർബന്ധമില്ല, അറിവ് വേണമെന്ന് നിർബന്ധമില്ല. മനുഷ്യരൊക്കെ പെട്ടെന്ന് അത് ഒരു ഓർത്തോണം, അവർക്കൊരു ഇമോഷണൽ ബാക്കപ്പുണ്ട്, ഒരു പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത് ജാതി മത വർഗീയതയൊന്നുമില്ല, അത് പ്രത്യേകമായ രീതിയിൽ അത് മനസ്സിനെ സ്പർശിക്കും. ആര് കേട്ടാലും അത് ഉൾക്കൊള്ളും. ദാവീദിൻ്റെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ഒരുപോലെ. അപ്പം ഭക്തൻ്റെ പ്രാർത്ഥനകൾ, ഭക്തൻ്റെ യാചനകൾ, ഭക്തൻ്റെ നിലവിളികൾ എത്ര ഹൃദ്യം. ഇവിടെ പറയുകയാണ്, ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ചിലപ്പോഴൊക്കെ കേൾക്കുമ്പോൾ സംശയം തോന്നും, ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ തുടർച്ചയായിട്ട് വായിക്കണം, ഭക്തൻ എന്തിന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഭക്തവചനങ്ങളെ ഒരു വരിയിലോ ഒരു വാക്കിലോ നമ്മൾ തളച്ചിടരുത്. നമ്മളുടെ വ്യാഖ്യാനം കൊണ്ട് ആ ഭക്തൻ്റെ വ്യാഖ്യാനങ്ങളെയും ഭക്തൻ്റെ ദർശനങ്ങളെയും ചിന്തകളെയും ഇല്ലായ്മ ചെയ്യരുത്. നിർമ്മലന്മാരുടെയും വിശുദ്ധന്മാരുടെയും ജീവിത പന്താവുകളെ സ്വാർത്ഥതയാൽ മൂടപ്പെട്ട, തടസ്സപ്പെടുത്തപ്പെട്ട നമ്മളുടെ ചിന്താധാരകളാൽ വ്യാഖ്യാനിക്കരുത്. അവരെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ദൈവികമായി ദൈവകൃപയിൽ ആത്മബലത്തോടുകൂടി മുൻപോട്ട് പോകണം. ഒരു തരിയെങ്കിലും ആത്മശക്തിയിൽ നിന്നിട്ട് മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭക്തൻ ഇവിടെ പറയുന്നു, അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത്. മുൻപ് നമ്മൾ വായിച്ചു, കഴിഞ്ഞ 2 എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ ധ്യാനിച്ചു, നന്നായി ഞങ്ങൾ സ്വന്തം കണ്ണാലെ കണ്ടുവല്ലോ എന്ന് വെച്ചാൽ ഉപദ്രവിക്കുന്നവർ പറയുന്നു, ഞങ്ങൾ കണ്ടു, അവൻ്റെ വീഴ്ചയും പരാജയങ്ങളും എല്ലാം കണ്ടു, സ്വന്തം കണ്ണാൽ കണ്ടു. എന്നിട്ട് അതിനുള്ള മറുപടി പോലെ ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നു, ദൈവമേ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അവൻ കണ്ടു എന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ അവനോട് മറുപടി പറയാതെ ദാവീദ് മറ്റൊരു രീതിയിൽ മറുപടി പറഞ്ഞു, ദൈവമേ നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ വേറൊരു തരത്തിൽ പറയുകയാണ്, ദാവീദ് വീണ്ടും പറയുന്നു, അവർ പറയുന്നു, നന്നായി ഞങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു, ഇനി അവൻ്റെ നാശത്തെക്കുറിച്ചൊന്നും സ്വപ്നം കാണാനില്ല, അവൻ്റെ വീഴ്ചയെക്കുറിച്ച് സന്തോഷിക്കാനില്ല. ദാവീദ് തുടർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്നും ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും ദുഷ്കർമ്മികളായവർ പറയരുതേ. അവർ പറയരുതേ എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കാനൊന്നുമല്ല പറയുന്നത്. അതിനോട് ചേർന്നുള്ള വാചകം കൂടി പറഞ്ഞിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാം. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ, എനിക്കെതിരെ വമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. ഭക്തൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എന്നെ അപമാനിക്കുന്നവർ, വമ്പ് പറയുന്നവർ, അവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ എന്നാണോ പറയേണ്ടത്? പുതിയ നിയമത്തിൽ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപദ്രവിക്കുന്നവരുടെ നന്മ ആഗ്രഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? വമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. നീ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്നും ഞങ്ങളവനെ വിഴുങ്ങിക്കളഞ്ഞുവെന്നും അവരെ കൊണ്ട് പറയിപ്പിക്കരുതേ. ഇതിന് 2 വ്യാഖ്യാനങ്ങളും 2 തലങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിലൂടെ ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. ഒരുവൻ്റെ വീഴ്ച കണ്ട്
സന്തോഷിച്ചിട്ട് ആ സന്തോഷമാണ് എൻ്റെ സന്തോഷമെന്ന് നടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കെല്ലാവർക്കുമുണ്ട്. അവസാനം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വളവിൽ നമ്മൾ കയറിപ്പോകും. മുൻപിലൂടെ പോകുമ്പോഴുണ്ട് അടുത്ത ആളുകൾ കാണും. അവർ നമുക്കതിനേക്കാളും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനം എത്തുന്നതുവരെയും നമ്മളുടെ മുൻപിൽ ആരെങ്കിലുമൊക്കെ കാണും. പ്രിയമുള്ളവരെ, റോഡ് നമ്മുടെ സ്വന്തമാണോ? എല്ലാവരും നികുതി കൊടുക്കുന്നതാണ്. നമ്മളുടെ വാഹനം നല്ല വാഹനമായിരിക്കാം. നമ്മളുടെ വാഹനം നല്ല വാഹനമാണെങ്കിലും ടൂ വീലർ കാണും, വില കുറഞ്ഞ വാഹനങ്ങൾ കാണും, അധികം വേഗത്തിൽ പോകാൻ പറ്റാത്ത വാഹനം കാണും. എല്ലാവരെയും നമ്മൾ മാനിക്കണം. ചിലരോടൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില വിദ്വേഷമുണ്ട്. സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പെട്ടെന്ന് ഈ വിദ്വേഷങ്ങൾ മാറിപ്പോവുകയും ചെയ്യും. അപ്പം കേവലം ഒരു യാത്രയിൽ അരമണിക്കൂർ നാം ഡ്രൈവ് ചെയ്യുന്ന അവസരത്തിൽ പോലും ആദ്യന്തം വിദ്വേഷവും പകയും കൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ എന്തുമാത്രം വെല്ലുവിളികൾ കടന്നു വരും. പ്രിയമുള്ളവരെ, മുൻപിൽ പോകുന്ന എല്ലാവരും നമ്മളുടെ ശത്രുക്കളല്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ഉപദ്രവികളല്ല. ചിലരൊക്കെ അജ്ഞത കൊണ്ടായിരിക്കാം, അറിവില്ലായ്മകൾ കൊണ്ടായിരിക്കാം, ബലഹീനതകൾ കൊണ്ടായിരിക്കാം നമ്മളെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാത്തത്, നമ്മളെ മൈൻഡ് ചെയ്യാത്തത്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാക്കയുടെ കളറ് കറുപ്പ് കുറഞ്ഞു പോയെന്നുള്ള രീതിയിൽ വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങൾ ഞാനും ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഞാനും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, അതിനോടുള്ള ആത്മാർത്ഥത, സത്യസന്ധത, അതൊരു വലിയൊരു അനുഭവമാണ്. സമയങ്ങൾക്കും സാഹചര്യങ്ങൾക്കും നാം കൊടുക്കുന്ന അനുഭവം, മറ്റുള്ളവരിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ ഓരോ വെല്ലുവിളികളായിരിക്കാം. പക്ഷേ ഇത്തരക്കാരോട് നമ്മൾ പ്രതികാരത്തോടും പകയോടും കൂടി ഇരിക്കുകയാണെങ്കിൽ ജീവിതം എത്തത്തില്ല. അതൊക്കെ മറന്നേക്കുക. ഫിസിക്സിൽ പറയത്തില്ലേ, പെർസിസ്റ്റൻസ് ഓഫ് ഫിഷൻ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അതായത് കേവലം ഒരു പന്തം പിടിച്ച് അത് റൗണ്ട് രീതിയിൽ കറക്കുകയാണെങ്കിൽ, വട്ടത്തിൽ കറക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു വലിയ തീവൃത്തം അവിടെ രൂപപ്പെട്ടു എന്ന് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ വൃത്തം രൂപപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് തോന്നുകയാണ്. പെർസിസ്റ്റൻസ് ഓഫ് ഫിഷൻ എന്നാണ് അതിന് പറയുന്നത്. ചിലതൊക്കെ അങ്ങനെയാണ് പ്രിയമുള്ളവരെ. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പോലെ ചിലരൊന്നും നമ്മളുടെ ശത്രുക്കളോ നമ്മളെ വലയം ചെയ്യുന്നവരോ ഒന്നുമല്ല, വളഞ്ഞിരിക്കുന്നുമില്ല. നമുക്കങ്ങ് തോന്നുകയാണ് എല്ലാവരും ശത്രുക്കളാണ്, എല്ലാവരും ഉപദ്രവികളാണ്, എല്ലാവരും നമ്മളെ ദുഷിക്കുന്നവരാണ്. അങ്ങനെയല്ല, അതിനപ്പുറമായ തലമുണ്ട്. ഇത് വെളിപ്പെടുത്തുവാൻ കൂടിയാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്. നമ്മളൊരു പക്ഷേ തെറ്റിദ്ധാരണയോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും പറയുന്നത്, ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത്. അതായത് നമ്മുടെ സങ്കീർത്തനക്കാരൻ അതിലൂടെ മറ്റു കാര്യം പഠിപ്പിക്കുകയാണ്. ദൈവമേ, അവരുടെ ആഗ്രഹം എന്നെ വിഴുങ്ങിക്കളയുന്നതല്ല, ഭൗതികമായ ആഗ്രഹം സാധിക്കുന്നതല്ല. അവർക്ക് നീ ആഗ്രഹം തുറന്നു കൊടുക്കണമേ, അവരുടെ അനുഭവങ്ങൾ നിറവിലാക്കി കളയണമേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരുവൻ്റെ തകർച്ചയിൽ ആഹ്ലാദിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഒരുവനെ വിഴുങ്ങിയതുകൊണ്ട്, നിരപരാധിയെ വിഴുങ്ങിയതുകൊണ്ട് നമ്മളുടെ വയറ് നിറയില്ല, ആഗ്രഹങ്ങൾ പൂർത്തിയാകയില്ല, നമ്മളുടെ ബുദ്ധി വളരത്തില്ല, നമ്മളുടെ ജീവിതം ഉയരത്തിലെത്തത്തില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടൊരു കാര്യം പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, രുചിയില്ലാത്ത ഗുണമില്ലാത്ത ആഹാരം കഴിച്ചുകൊണ്ട് വലിയ സദ്യക്കൊന്നും നമ്മൾ പോകാറില്ലല്ലോ. നമ്മൾ പോകുന്നത് അതിനുവേണ്ടി തയ്യാറെടുത്താണ് പോകുന്നത്. സാധുവിനെ, വേദനയിലായിരിക്കുന്നവനെ, ഒന്നുമില്ലാത്തവനെ നശിപ്പിച്ചിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉദരത്തിന് കിട്ടുന്ന, മനസ്സിന് കിട്ടുന്ന ഒരു നിറവുണ്ട്. ആ നിറവല്ല. ദൈവസന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനയോട് പറയുന്നത്, അവരുടെ ആഗ്രഹം ദൈവമേ നീ സാധിപ്പിച്ചു കൊടുക്കണം. ഇതല്ല ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹം ഇതൊന്നുമല്ല. നമ്മൾക്ക് ഒത്തിരി ഓടാനുണ്ട്, ഒത്തിരി പ്രവർത്തിക്കാനുണ്ട്, നന്മകൾ ചെയ്യാനുണ്ട്, വിശുദ്ധിയിലേക്ക് പോകാനുണ്ട്. എൻ്റെ ആഗ്രഹവും എൻ്റെ നോട്ടവും ദൈവത്തിങ്കിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതൊരു ശാപവാക്കല്ല. അവർ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത് എന്ന് പറയുമ്പോഴും അവർക്കൊരു നല്ല ആഗ്രഹം ദൈവം ഉണ്ടാക്കി കൊടുക്കണം.
ഞങ്ങളവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നവർ പറയരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആഹരിക്കുവാനും അവർക്ക് ഉൾക്കൊള്ളുവാനും അവരുടെ ഉദരവും ബുദ്ധിയും ജ്ഞാനവും നിറയുവാനും വേറെ കാര്യങ്ങളുണ്ടല്ലോ. ദൈവമേ, അത് നിവർത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയാസ്പദമെന്ന രീതിയിൽ തുടർന്നും പറയുന്നു, അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എനിക്കെതിരെ വമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. ഭക്തനാണെങ്കിലും പ്രാർത്ഥനാവീരനാണെങ്കിലും ചില സമയത്താണെങ്കിലും മനുഷ്യ മനസ്സുകളിൽ ചില ബലഹീനതകളൊക്കെ കടന്നു വരും പ്രിയമുള്ളവരെ. അതാ മനുഷ്യൻ മൺമേനാണല്ലോ. മനുഷ്യൻ മൺമേനായതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്താധാരകളൊക്കെ ഉണ്ട്. പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയും, വേദനകളും പറയും. അത് മനുഷ്യരോടല്ല പറയുന്നത്, ദൈവത്തോട് പറയുകയാണ്. അവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ, ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോ ആഗ്രഹമോ ആയിട്ട് നമ്മൾ കാണരുത്. തുടർന്ന് പറയുന്നു, എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. തുടർന്ന് പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ദൂതൻ ഇടയന്മാരോട് പറഞ്ഞു. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇവിടെ പറയുന്നു, എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവം, പിതാവായ ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ കൊണ്ട് പറയിപ്പിക്കുന്നു, എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. പുതിയ നിയമത്തിൽ അതേ ദൈവം മനുഷ്യനായി വന്ന് പർവ്വത പ്രഭാഷണത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ പ്രിയമുള്ളവരെ ഓർത്തോണം, നീതിയിൽ പ്രസാദിക്കുന്നവർ എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ എന്ന് പറയുന്ന കൺസെപ്റ്റുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തതയുടെ കൺസെപ്റ്റാണ്. നീതിയിൽ പ്രസാദിക്കുക എന്ന് പറയുന്നത് ഒരുവൻ്റെ നന്മയിൽ സന്തോഷിക്കുക, ഉയർച്ചയിൽ സന്തോഷിക്കുക, ന്യായത്തിൽ സന്തോഷിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നീതിയിൽ പ്രസാദിക്കുക. അതാരുടെ നീതിയിൽ പ്രസാദിക്കുക? എൻ്റെ നീതി എന്ന് പറയുമ്പോൾ നീതി എന്ന് പറയുന്നത് ദൈവമാണ്. എൻ്റെ നീതിയും എൻ്റെ രക്ഷകനും ന്യായാധിപനും ദൈവമാണെന്നാണ് ദാവീദ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഉയർച്ചയിൽ, ദൈവം കൊടുത്ത കരുണയിൽ, ദൈവം കൊടുത്ത ന്യായവിധിയിൽ, അനുഭവങ്ങളിൽ സന്തോഷിക്കുന്നവർ, പ്രസാദിക്കുന്നവർ സന്തോഷിക്കട്ടെ എന്ന് വെച്ചാൽ ദൈവപ്രസാദമുള്ളവരായി മാറുക. നീതിയിൽ പ്രസാദിക്കുകയും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുക. അതാണ് പുതിയ നിയമത്തിലെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, നീതിയിൽ പ്രസാദിക്കുമ്പോൾ ചിലപ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുകയും ചെയ്യും. ചിലതിനൊക്കെ സാക്ഷ്യം പറയേണ്ടത് വരും, ചിലതിനൊക്കെ ഉൾക്കാഴ്ചകൾ പ്രാപിക്കേണ്ടത് വരും, ചില അനുഭവങ്ങൾ സ്വീകരിക്കേണ്ടത് വരും. അപ്പോൾ നമുക്കറിയാതെ പീഡനങ്ങൾ വരും. സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ, നീതിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നവർ, പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിക്കും. കാരണം അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി, അവരുടെ കള്ളത്തരത്തിന് വശംവദരാകാതെ സത്യമായൊരു കാര്യം നിങ്ങളും ഞാനും തുറന്നു പറഞ്ഞാൽ നമ്മളവിടെ ഉപദ്രവിക്കപ്പെടുകയാണ്, പലരുടെയും ശത്രുക്കളായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് പറയട്ടെ. ഇവിടെ ഓർത്തോണം, നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ. ഒരു പക്ഷേ നമ്മുടെയൊക്കെ നീതിയിൽ പ്രസാദിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും പ്രിയമുള്ളവരെ, ആരും കാണത്തില്ല. നീതിയിൽ പ്രസാദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം അങ്കുലി പരിമിതമായിരിക്കും. പക്ഷേ ദൈവം എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം പറയാൻ പറ്റും, എനിക്കും നിങ്ങൾക്കും നീതിയുടെ വലിയ സംരക്ഷകന്മാരോ ന്യായത്തിൻ്റെ ഉപദേഷ്ടാക്കളോ ഇരിപ്പിടങ്ങളോ കാവൽക്കാരൊന്നും ആകാൻ പറ്റിയില്ലേലും നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മളുടെ ഐശ്വര്യത്തിൽ പ്രസാദിക്കുന്ന ഒരു യഹോവ ഉണ്ട്. അവൻ മഹത്വമുള്ളവനാണെന്ന് പറയാൻ സാധിക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനകളിൽ സ്തുതിയും സ്തോത്രവും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. വിശുദ്ധിയുടെ അനുഭവം എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. നന്മയുടെ അനുഭവം എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ഹൃദയപൂർവ്വം ചിന്തിക്കണം, വിശുദ്ധിയോടെ ചിന്തിക്കണം. തൻ്റെ ദാസൻ്റെ, അതായത് ദൈവത്തിൻ്റെ ദാസരുടെ, എൻ്റെയും നിങ്ങളുടെയും സഹോദരങ്ങളുടെ, സമസൃഷ്ടങ്ങളുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്.
അവനെ മഹത്വമുള്ളവനാണെന്ന് പറയുമ്പോൾ, എൻ്റെ സഹോദരൻ്റെ ഐശ്വര്യത്തിൽ പ്രസാദിക്കുന്ന ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും നീതിയും എൻ്റെയും നിങ്ങളുടെയും ശ്രേയസ്സും ദൈവം നടത്തിത്തരും. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കണം, പലരുടെയും സന്തോഷ കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ പോകാറുണ്ട്, പല നന്മകൾക്ക് പോകാറുണ്ട്. നമുക്ക് പലപ്പോൾ ചിലർക്കൊക്കെ പരാതിയാണ്, ദൈവമേ ആ കല്യാണത്തിന് പോയി, എൻ്റെ കൊച്ചിൻ്റെ കല്യാണമൊന്നും ആയിട്ടില്ല, എനിക്കിതുവരെ നല്ലൊരു കല്യാണമായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ മാമോദിസായ്ക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് പോകും, ബർത്ത്ഡേക്ക് പോകും, ദൈവം ഇതുവരെ എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. ദൈവമേ എനിക്കും ഒരു കുഞ്ഞിനെ കിട്ടണമേ, എനിക്കൊരു ഭവനം കിട്ടണമേ. ഒരു ഭവന കൂദാശയ്ക്ക് ശുദ്ധീകരണത്തിന് പോകുന്നു, ഒരു വിവാഹത്തിന് പോകുന്നു, അല്ലെങ്കിൽ വാർഷികാഘോഷങ്ങൾക്ക് പോകുന്നു, വിജയാഘോഷങ്ങൾക്ക് പോകുന്നു. ഇതിനൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആഘോഷിക്കാൻ ഒരു വിജയവും കാണത്തില്ല. ഓർമ്മയുടെ ആഘോഷങ്ങൾ കൊണ്ടാടാൻ, വാർഷികാഘോഷങ്ങൾ കൊണ്ടാടാൻ പണവും സാഹചര്യങ്ങളും ബന്ധുബലവും ഇല്ലാതെ വരും. ഒരുവൻ്റെ സൗഖ്യത്തിന് കാണാൻ പോകുമ്പോൾ നമ്മളൊരു പക്ഷേ രോഗികളായിരിക്കും. ഒരുവൻ്റെ നല്ല വാഹനം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇരുചക്ര വാഹനവും പഴയ വാഹനം ഉപയോഗിക്കുന്നവരും നടന്നു പോകുന്നവരുമാകാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ സഹോദരൻ്റെ നന്മയിൽ പ്രസാദിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെയും എൻ്റെ മക്കളുടെയും കല്യാണമായില്ലെങ്കിലും, കുഞ്ഞുങ്ങളായില്ലെങ്കിലും, വീടും കൂടുമായില്ലെങ്കിലും, എൻ്റെ സഹോദരന് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും തരാൻ ദൈവം താല്പര്യമുള്ളവനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. അതിൻ്റേതായ സമയത്തും സാഹചര്യത്തിലുമൊക്കെ ദൈവം അറിഞ്ഞും കേട്ടും നമുക്ക് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. നമ്മളായി തീരേണ്ടത് സർവശക്തൻ്റെ ദാസരായി മാറുക, ദൈവത്തിൻ്റെ മക്കളായി മാറുക. നമ്മളുടെ ശ്രേയസ്സിൽ ദൈവം എപ്പോഴും സന്തോഷിക്കും. നമ്മളുടെ ശ്രേയസ്സിന് ദൈവം കാവലാളാകും. നമ്മളൊക്കെ പലപ്പോഴും പരാതിപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ നീതിയും നമ്മളുടെ ശ്രേയസ്സും നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഐശ്വര്യം നമ്മളെപ്പോഴും എഴുതും, വീടിൻ്റെയൊക്കെ ഭവനത്തിന് മുൻപിൽ എഴുതി വയ്ക്കും, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കും, ദൈവം ഈ ഭവനത്തിൻ്റെ നായകനാണ്, അല്ലെങ്കിൽ ഇന്ന ഭവനത്തിൻ്റെ ഐശ്വര്യമാണ്. വിവിധ ദൈവസങ്കല്പങ്ങളോട് ചേർന്ന് ഓരോരുത്തരും എഴുതി വയ്ക്കും, ഇന്നാൾ ഐശ്വര്യമാണ്, ഇന്ന വാഹനത്തിൻ്റെ ഐശ്വര്യമാണ്, സംരക്ഷകനാണ്, വീടിൻ്റെ നായകനാണ്. ഇതൊക്കെ എഴുതി വയ്ക്കും. എഴുതിയിട്ട് കാര്യമില്ല. എൻ്റെ ശ്രേയസ് ദൈവത്തിൻ്റെ ശ്രേയസ്സുമായി അനുയോജ്യമായി ചേർന്ന് പോകുന്നുവെന്ന് ചിന്തിക്കണം. എൻ്റെ ശ്രേയസ് ദൈവത്തിൻ്റെ ശ്രേയസ്സിനെ ഉയർത്തുന്നതാണോ എന്ന് ചിന്തിക്കണം. ഞാൻ ശ്രേയസ്സിനായി എടുക്കുന്ന, ഞാൻ പേരിനായി എടുക്കുന്ന, ഐശ്വര്യത്തിനായി എടുക്കുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഐശ്വര്യപ്പെടുത്തുന്നതും എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതുമാണോ എന്ന് ചിന്തിക്കണം. ഞാൻ ഉയർന്നു പോകുകയും എൻ്റെ ദൈവത്തിൻ്റെ നാമം താണു പോകുകയും ചെയ്താൽ സ്നേഹിക്കുന്ന ദൈവം വ്യസനിക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ സമ്പാദ്യങ്ങളിലും പരിശ്രമങ്ങളിലുമൊക്കെ പലപ്പോഴും വന്നു പോകുന്ന പ്രശ്നം ഇതാണ്. എനിക്ക് ശ്രേയസ്സാന്ന് തോന്നുന്നുണ്ട്, നാട്ടുകാർ പറയും നീ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറയുന്നുണ്ട്, നിൻ്റെ മിടുക്കൊത്തിരി വലുതാന്ന് പറയുന്നുണ്ട്, മക്കളെത്ര മിടുക്കർ, ജീവിത പങ്കാളി എത്ര മിടുക്കർ, ജീവിക്കാൻ പഠിച്ചവനാണ്. നിങ്ങളും ഞാനും ജീവിക്കാൻ പഠിച്ചവരും ഐശ്വര്യമുള്ളവരുമാണെന്ന് ലോകം സാക്ഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തുന്നതും എനിക്ക് ഐശ്വര്യം തരുന്നതും ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് മറ്റുള്ളവരോട് സാക്ഷിക്കാൻ നിങ്ങളും ഞാനും കടപ്പെട്ടവരാണ്. അവൻ മഹത്വമുള്ളവനെന്ന് പറയാനുള്ള ഒരു സാക്ഷ്യമുണ്ടാകണം. അതുകൊണ്ടാണ് അവസാനമായിട്ട് ആ 35 സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്, എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. ഏറ്റവും അവസാനത്തെ സാക്ഷ്യം ഇതാ. ഓർത്തോ, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടില്ലയോ, പ്രലോഗും എപ്പിലോഗും ഒക്കെ ലിറ്ററേച്ചറിലുണ്ട്, എഴുത്തുകളിലുണ്ട്, ഡ്രാമയിലുണ്ട്, കവിതയിലുണ്ട്, എല്ലാമുണ്ട്. അതിൻ്റെ അവസാനം എത്ര പരാതികളിലൂടെ സങ്കീർത്തനക്കാരൻ്റെ പോക്കൊന്ന് ആലോചിച്ച് നോക്കി. വാദിക്കുന്നവരോട് വാദിക്കണമേ, പൊരുതുന്നവരോട് പൊരുതണമേ, അവർ ലജ്ജയും അപമാനവും അനുഭവിക്കട്ടെ. ഇതെല്ലാം പറഞ്ഞ് ഘട്ടം ഘട്ടമായി വന്നിട്ട് ഏറ്റവും പ്രധാനമായ സാക്ഷ്യം പറയുകയാണ്, എൻ്റെ നാവ് നിൻ്റെ നീതിയെയും
നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ നാവിൻ്റെ ശക്തി കുറയുന്നതിന് മുൻപ്, നാവിൻ്റെ ബലം നഷ്ടപ്പെടുന്നതിന് മുൻപ്, എൻ്റെ ദൈവമേ നിൻ്റെ നീതിയെ എനിക്ക് വർണ്ണിക്കാനുണ്ട്. ഒരു പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് വർണ്ണിക്കാനൊന്നും കാണത്തില്ല. എൻ്റെ നേട്ടവും സമ്പാദ്യമൊന്നും കൂടുതലായിട്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മളുടെ പല കാര്യങ്ങളും വർണ്ണിച്ച് വരുമ്പോഴത്തേക്ക് ദൈവനീതി വർണ്ണിക്കാൻ മറന്നു പോകും. നമ്മൾ പലപ്പോഴും വർണ്ണിക്കും. എനിക്ക് കിട്ടാത്തതിനെക്കുറിച്ച് പറയും, ലഭിക്കാത്തതിനെക്കുറിച്ച് പറയും, നടക്കാത്തതിനെക്കുറിച്ച് പറയും, ആഗ്രഹങ്ങളെക്കുറിച്ചും മോഹങ്ങളെക്കുറിച്ചും പറയും, ജഡമോഹങ്ങളെക്കുറിച്ചും ആസക്തിയെക്കുറിച്ചും നമ്മൾ വർണ്ണിക്കും. പക്ഷേ ദൈവത്തിൻ്റെ നീതിയെ വർണ്ണിക്കണം. ദൈവത്തിൻ്റെ നീതിയെ വർണ്ണിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ നീതി ഉയർത്തി കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പാട്ടോടെ ഞാനവനെ സ്തുതിക്കും, തന്ത്രിനാദത്തോടെ ഞാനവനെ കീർത്തിക്കുമെന്ന് ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നമ്മളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരും, അടിച്ചത് വരും, ശിക്ഷിച്ചത് വരും, നൊമ്പരങ്ങളിലൂടെ കടന്നുപോയത് വരും. സ്തുതിയെ യഥാർത്ഥമായും ആ നീതിയെ ന്യായമായും വർണ്ണിക്കുവാൻ തക്കവണ്ണം ദൈവം പറയുന്ന രീതിയിലൂടെ വർണ്ണിക്കണം. അവിടെ ശബ്ദഘോഷങ്ങളല്ല, ആർത്തട്ടഹാസങ്ങളല്ല, മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്നുള്ള ഒരു വർണ്ണന ഉണ്ടാകണം. ദൈവത്തെ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ഭക്തിയിലുമൊക്കെ വന്നു പോയിട്ടുള്ള വലിയ പരാജയം അപജയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നീതിയെയും ദൈവത്തിന് നാളെല്ലാം അവൻ്റെ സ്തുതിയെയും വർണ്ണിക്കാൻ നമ്മളുടേതായിട്ടുള്ള ഒരു ടൂള് ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന രീതിയിലാകണം, ഇന്ന ഭാവത്തിലാകണം. അതിൻ്റെ അപ്പുറമായ തലത്തിലേക്ക് ഉയരുവാൻ സാധിക്കണം. നാം ഇന്ന് ലാസ്റ്റിൽ 35 സങ്കീർത്തനത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് 4 കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞു, ദൈവമേ എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനുമായി ജാഗരിക്കണമേ എന്ന് പറഞ്ഞ് പിന്നീട് പറയുകയാണ്, പ്രതികാരത്തോടുകൂടി ഞങ്ങളുടെ ആഗ്രഹം സാധിക്കരുതേ, അല്ലെങ്കിൽ സാധിച്ചു തരണം. മറ്റുള്ളവൻ്റെ വേദന കണ്ട് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്നും വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയുന്നതിന് പകരം, സഹോദര നിനക്ക് വേറെ ആഗ്രഹങ്ങളുണ്ട്. നിൻ്റെ നിറവിന്, നിൻ്റെ ഉദരത്തിൻ്റെ നിറവിന്, ബുദ്ധിയുടെ നിറവിന് വേറെ തലങ്ങളുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ചിന്തിച്ചോണം. ഒരുപക്ഷെ വേദനയിലൂടെ മറ്റുള്ളവർ, വമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ എന്ന് പറയുമ്പോഴും ആ ലജ്ജയും അപമാനവും ധരിക്കുവാൻ കടപ്പെട്ടവനെപ്പോലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അങ്കി ധരിപ്പിക്കുവാനുള്ള പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വീണ്ടും പറയുന്നു, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് പറയണം. അതിനുവേണ്ടി നീതിയിൽ സന്തോഷിക്കുന്നവരുടെ അനുഭവം ഉണ്ടാകണം എന്നെല്ലാം പറയണം. ആ ഒരു അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തന്നെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.